ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSST ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫൈക്കോളജി എന്ന മൊഡ്യൂളിലെ 100 ചോദ്യങ്ങൾ, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും പോസിബിൾ ക്വസ്റ്റ്യൻസുമായ 100ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പോകാം ക്ലാസ്സിലേക്ക്. ആദ്യ ചോദ്യം 2022 HSST ബോട്ടണി ക്വസ്റ്റ്യൻ ആണ്. ദ കോസിറ്റീവ് ഓർഗാനിസം ഓഫ് റെഡ് റസ്റ്റ് ഓഫ് ടീ ഈസ്. തേയില ചെടികൾ റെഡ് റസ്റ്റ് എന്ന ഡിസീസിന് കാരണമാകുന്ന ഓർഗാനിസം ഏത്? കോസിറ്റീവ് ഓർഗാനിസം ഏത്? നമുക്കറിയാം ടെറസ്ട്രിയൽ ആൽഗയില് പാരസൈറ്റിക് മോഡൽ ഒരെണ്ണമാണ് സെഫലൂറസ്, അല്ലെ? സെഫലൂറസ് വൈറൻസ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ നോക്കുക, അതിനകത്ത് സെഫലൂറസ് ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ക്ലോറോഫൈസിയ മെമ്പർ ഈസ് എ ഫ്ലോട്ടിംഗ് ഫ്രഷ് വാട്ടർ ഫോം? തന്നിരിക്കുന്ന ക്ലോറോഫൈസിയ മെമ്പറിൽ ഫ്ലോട്ടിംഗ് ഫ്രഷ് വാട്ടർ ഫോം ഏത്? ഇത് 2018 HSST ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ നോക്കുക, അതിന്റെ ആൻസർ ഊഡഗോണിയം അല്ലെങ്കിൽ ഒയിഡഗോണിയം ആണ് അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഓക്സോസ്പോർസ് പ്രൊഡ്യൂസ്ഡ് ബൈ വിച്ച് എമംഗ് ദ ക്ലോറോഫൈസിയ മെമ്പർ ഈസ് എ ഫ്ലോട്ടിംഗ് ഫ്രഷ് വാട്ടർ ഫോം? ഫ്ലോട്ടിംഗ് ഫ്രഷ് വാട്ടർ ഫോം ആയ ക്ലോറോഫൈസിയ മെമ്പറിൽ ഏതിലാണ് ഓക്സോസ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 2012 ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, കാരണം ഡയാറ്റംസ് ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഡയാറ്റംസ് നമുക്കറിയാം ക്ലോറോഫൈസിയിൽ അല്ല വരുന്നത്, ബാസിലാരിഫൈസിലാണ്. അപ്പൊ ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും എറർ സംഭവിച്ചതായിരിക്കാം. ആൻസർ ഡയാറ്റംസ് ആണ്. അപ്പൊ ഓർക്കുക, ഡയാറ്റംസ് വരുന്ന ഗ്രൂപ്പ് ക്ലോറോഫൈസി അല്ല. ഇനി അഥവാ ചോദ്യത്തിൽ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ശരിക്കും വരേണ്ടത് ബാസിലാരിഫൈസി ആണ്. ആൻസർ ഡയാറ്റംസ്. ഡയാറ്റംസിന്റെ പ്രത്യേകതയാണ് ഈ ഓക്സോസ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2012 മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഫ്രഷ് വാട്ടർ ആൽഗെ. തന്നിരിക്കുന്നതിൽ ഫ്രഷ് വാട്ടർ ആൽഗെ ഏത്? നമുക്കറിയാം ഇതിനകത്ത് അൾവ, സർഗാസം, ലാമിനർ എല്ലാം മറൈൻ ഫോംസുകളായിട്ടുള്ള ആളുകളാണ്. അതിൽ ചിലത് ഗ്രീൻ ആളുകളുണ്ട്, ചിലത് ബാക്കി രണ്ടെണ്ണം ബ്രൗൺ ആൽഗയാണ്. ബെട്രാക്കോസ്പെർമം എന്ന റെഡ് ആൽഗയാണ്. അത് ഫ്രഷ് വാട്ടർ ഫോമാണ്. ഫ്രീ ലിവിംഗ് നൈട്രജൻ ഫിക്സിംഗ് സയാനോ ബാക്ടീരിയ ഇൻക്ലൂഡ്സ്. 2017 ക്വസ്റ്റ്യൻ ആണ്. ഫ്രീ ലിവിംഗ് ആയിട്ട് ജീവിക്കുന്ന സയാനോ ബാക്ടീരിയ, അത് നൈട്രജൻ ഫിക്സേഴ്സ് കപ്പാസിറ്റി ഉള്ളതെന്ന് വെച്ചാൽ കാലോത്രിക്സ് ആണ്. ബാക്കിയെല്ലാം നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകളാണ്, പക്ഷെ അത് സയാനോ ബാക്ടീരിയകളല്ല. നോർമൽ ബാക്ടീരിയകളാണ്, സയാനോ ബാക്ടീരിയകളല്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സയാനോ ബാക്ടീരിയ ആയതുകൊണ്ട് കാലോത്രിക്സ് ആണ്. (2006) ക്വസ്റ്റ്യൻ ആണ്. ദ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ഫ്യൂക്കോസാന്തിൻ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. നമുക്കറിയാം ഫ്യൂക്കോസാന്തിൻ ബ്രൗൺ ആളുകളാണ്, അതായത് ഫൈവോഫൈസിയുടെ പ്രത്യേകതകളാണ്. ആൻസർ ഫൈവോഫൈസി. റിസർവ് ഫുഡ് മെറ്റീരിയൽ ഓഫ് റോഡോഫൈസിയ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോഡോഫൈസിയ റെഡ് ആളുകളുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ് ആൻസർ. ദ സെക്ഷൽ റീപ്രഷൻ ഇൻ സ്പൈറോഗേറ ഒക്കേഴ്സ് ബൈ, അത് 2006 ക്വസ്റ്റ്യൻ ആണ്. സ്പൈറോഗേറയിൽ കാണപ്പെടുന്ന സെക്ഷൽ റീപ്രഷൻ ഏതാണ്? കോൺജുഗേഷൻ. കാലറിഫോം, ലാഡറിലേക്ക് അങ്ങനെയുള്ള കോൺജുഗേഷൻ പഠിച്ചിട്ടില്ലേ? അതെ, കോൺജുഗേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽഗെ പ്രൊഡ്യൂസ് അഗർ? 2006 ക്വസ്റ്റ്യൻ ആണ്. അഗർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽഗെ ഏത്? നമുക്കറിയാം അഗർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റെഡ് ആളുകളായ ജെലീഡിയം, ഗ്രാസിലേറിയാണ്. അപ്പൊ ഓപ്ഷനിൽ ജെലീഡിയം ഉള്ളത് കൊണ്ട് ആൻസർ ജെലീഡിയം. ദ ആൽഗൽ പാർട്ട്ണർ ലൈക്ക് ഈസ് കളർ. 2006 ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഫൈക്കോ ബയോൺ. അപ്പൊ ഫംഗൽ പാർട്ട്ണർ എന്ത് പറയും? മൈക്കോ ബയോൺ. ദ സെൽ വാൾ ഓഫ് ഡയാറ്റം ഈസ് കമ്പോസ്ഡ് മെയിൻലി ഓഫ്. ഡയാറ്റംസിന്റെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്ന മെയിൻ കമ്പോണന്റ് ഏതാണ്? സിലിക്ക. സിലിക്ക കോട്ടിംഗ് സെൽവാൻ ഫസ്റ്റ് എന്നാണ് പറയുന്നത്. പഠിച്ചത് ഓർമ്മയുണ്ട്, ഐറ്റമേഷ്യസ് എർത്തൊക്കെ. റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഓഫ് ബ്രൗൺ ആൽഗെ 2006 ക്വസ്റ്റ്യൻ ആണ്. മാനിറ്റോൾ ആൻഡ് ലാമിനാരി. റെഡ് കളർ ഓഫ് റോഡോഫൈസിയ ഡ്യൂ ടു 2006 ക്വസ്റ്റ്യൻ ആണ്. ഫൈക്കോ എറിത്രിൻ. സയാനോ ബാക്ടീരിയ ലാക്കിംഗ് ഹെറ്ററോസിസ്റ്റ്. സയാനോ ബാക്ടീരിയയിൽ ഹെറ്ററോസിസ്റ്റ് ഉണ്ടെന്ന് അറിയാം, അത് നൈട്രജൻ ഫിക്സിനെ സഹായിക്കുന്ന അറിയാം. അത് ഇല്ലാത്ത സയാനോ ബാക്ടീരിയ വെച്ചാൽ ഓസിലറ്റോറിയാണ് ആൻസർ. നോസ്റ്റോക്കിലും അനബയിലും ടോളിപോട്രിക്സിലും ഹെറ്ററോസിസ്റ്റുകളുണ്ട്. ഓസിലറ്റോറിയയിൽ ഹെറ്ററോസിസ്റ്റ് ആബ്സെന്റ് ആണ്. സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ഇൻ അസോള ബൈ. അസോളയിൽ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ കാണിക്കുന്നത് അനബീന അസോള. പഠിച്ചോർമ്മയുണ്ടോ? അനബീനയാണ് ആൻസർ. ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ പിഗ്മെന്റ്. ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് എന്ന് പറയുന്നത് ബാക്ടീരിയോ ക്ലോറോഫിൽ ആണ്. ഫ്യൂക്കോസാന്തിൻ ഫൗണ്ട് ഇൻ, നമുക്കറിയാം ബ്രൗൺ ആളുകളിലാണ് ഫ്യൂക്കോസാന്തിൻ കാണപ്പെടുന്നത്. The photosynthetic, genetic and respiratory apparatus are not bound by membrane in. സാധാരണ ഏത് ഗ്രൂപ്പിലാണ് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗൻസ് ആബ്സെന്റ് ആയിട്ടുള്ളത്? അത് സയാനോ ഫൈസിയിൽ വരുന്ന സയാനോ ബാക്ടീരിയകളിലാണ്. ബാക്ടീരിയകളെല്ലാം നമുക്കറിയാം പ്രോകാരിയോട്സ് ആണ്. അപ്പം ക്ലിയർ ആയിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗൻസ് ആബ്സെന്റ് ആണ്. അപ്പൊ അത് വരുന്ന ഗ്രൂപ്പ് ഇതിൽ സയാനോ ഫൈസിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മറൈൻ ആൽഗെ? അപ്പൊ അത് ഓപ്ഷൻ നോക്കുക, പലതരത്തിൽ ചോദിക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഓയിഡഗോണിയം, ക്ലാമിഡോമോണസ്, എക്ടോകാർപ്പസ്, ബെട്രാക്കോസ്പെർമം ആണ്.
ഇതിനകത്ത് ഒയിഡോഗോണിയം ക്ലാമിഡോമൺസും ടെട്രാഗോൺസും ഫ്രഷ് വാട്ടർ ആണ്. അപ്പോൾ എക്ടോകാർപ്പസ് എന്ന ബ്രൗൺ ആൽഗയാണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഗ്രീൻ ആൽഗ. ഗ്രീൻ ആൽഗയുടെ ഫുഡ് മെറ്റീരിയൽ നമുക്കറിയാം സ്റ്റാർച്ച്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആസ് റിസർവ് ഫുഡ് മെറ്റീരിയൽ? നേരത്തെ പറഞ്ഞതാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ഏതിന്റെയാണ്? നമുക്കറിയാം റെഡ് ആൽഗയാണ്, നമുക്കെല്ലാം അറിയാം. പക്ഷെ ഓപ്ഷൻ നോക്കുക. അപ്പോൾ റെഡ് ആൽഗയുടെ എക്സാമ്പിൾ അറിയാമെങ്കിൽ മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റൂ. നോസ്റ്റാക് റെഡ് ആൽഗ അല്ല, ഓൾവക്സ് അല്ല, സർഗാസം അല്ല, പോളിസിഫോണിയാണ് റെഡ് ആൽഗ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ഹെറ്ററോട്രൈക്കസ് ഹാബിറ്ററ്റ്? ഹെറ്ററോട്രൈക്കസ് ഹാബിറ്ററ്റ് പ്രോസ്ട്രേറ്റ് സിസ്റ്റവും ഇറക്റ്റ് സിസ്റ്റവും ഉള്ള പഠിച്ച ഓർമ്മയുണ്ടോ? ആ ഹാബിറ്റായിട്ട് കാണപ്പെടുന്ന ആൽഗകൾ ഏതാണ്? അപ്പൊ ആ ഓപ്ഷൻ നോക്കുന്നതിൽ നമുക്കറിയാം കോളിയോകീറ്റ് വരുന്ന ഗ്രൂപ്പാണ്. അതിനകത്ത് വരുന്ന ആ കോളിയോകീറ്റ് ഉൾപ്പെടുന്ന ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ ഹെറ്ററോട്രൈക്കസ് ഹാബിറ്റാറ്റ് ഉള്ള ആളുകൾ കാണപ്പെടുന്നത്. ആൻസർ കോളിയോകീറ്റ്. മിക്സോഫൈസിയ ആർ കാൾഡ് സോ ബിക്കോസ് ഓഫ് ദെയർ. ഇതൊരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ചോദിച്ച് പലരും ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം മിക്സോഫൈസി എന്തുകൊണ്ട് അങ്ങനെ വിളിക്കാൻ കാര്യം പ്രസൻസ് ഓഫ് മ്യൂസിലേനസ് സയാനോ ബാക്ടീരിയയിലെ മ്യൂസിലേൻസ് കവറിംഗ് ഉള്ളത് കൊണ്ടാണ് അവർ മിക്സോഫൈസി എന്ന് വിളിക്കുന്നത്. മോട്ടൈൽ സെൽസ് ആർ കംപ്ലീറ്റ്ലി ആബ്സെന്റ്. മോട്ടൈൽ സെൽസ് ആയി ഫ്ലജല്ല ഇല്ലാത്ത ഗ്യാമീറ്റുകളോ സൂസ്പോറുകളോ ഒന്നും ഇല്ലാത്ത ആളുകൾ ഗ്രൂപ്പ് റെഡ് ആളുകളാണ്. കാരണം നമുക്കറിയാം റെഡ് ആളുകളിൽ ഫ്ലജല്ല ആബ്സെന്റ് ആണെന്ന് അറിയാം. ഇതിൽ തന്നിരിക്കുന്നതിൽ റെഡ് ആൾക്ക് ഏതാണെന്ന് നോക്കണം. പോളിസിഫോണിയാണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലാസസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് യൂണിസെല്ലുലാർ ഫോംസ്? ഇതിൽ യൂണിസെല്ലുലാർ ഫോംസ് ഇൻക്ലൂഡഡ് ആവാത്ത ക്ലാസ് ഏതെന്ന് വെച്ചാൽ റോഡോഫൈസിയാണ്. ബാക്കി എല്ലാത്തിലും യൂണിസെല്ലുലാർ ആൽഗൽ ഫോംസ് ഉണ്ടെങ്കിൽ റെഡ് ആളുകളിൽ യൂണിസെല്ലുലാർ ആൽഗൽ ഫോംസ് ഇല്ല. സെക്ഷുവൽ റീപ്രഷൻ ഈസ് ആബ്സെന്റ്. ഏത് ഗ്രൂപ്പിലാണ് സെക്ഷുവൽ റീപ്രഷൻ ഇല്ലാതിരിക്കുന്നത്? ആൽഗൽ ഗ്രൂപ്പ്. അത് മിക്സോഫൈസിയാണ്. ദ കോമണസ്റ്റ് മോഡ് ഓഫ് റീപ്രഷൻ ഇൻ ഓസിലിറ്റേറിയ. ഓസിലിറ്ററിൽ കാണപ്പെടുന്ന കോമൺ റീപ്രഷൻ മെത്തേഡ് ഓർമോഗോൺസ് എന്നാണ്. ഇൻ സയാനോഫൈസിയ ദ സൈറ്റ് ഓഫ് നൈട്രജൻ ഫിക്സേഷൻ ഈസ് നമുക്കറിയാം ഹെറ്ററോസിസ്റ്റം. ഫാൾസ് ബ്രാഞ്ചിങ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. ഫാൾസ് ബ്രാഞ്ചിങ് സ്യൂഡോ ബ്രാഞ്ചിങ് കാണപ്പെടുന്ന ഫിലമെന്റ് ഉള്ള ആളുകൾ ഏത് ഗ്രൂപ്പിന്റെ പ്രത്യേകത? ഓർഡർ സൈറ്റോനിമാറ്റൈൽസ്. സൈറ്റോനീമ തുടങ്ങുന്ന ആളുകൾ ഉൾപ്പെടുന്ന സൈറ്റോനിമാറ്റൈൽസ് ഓർഡറിലുള്ള പല ആളുകളിലും എന്ത് കാണപ്പെടുന്നുണ്ട്? ഫാൾസ് ബ്രാഞ്ചിങ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഓർത്തിരിക്കേണ്ടത് സൈറ്റോനീമ ഓർത്തിരിക്കുക, ഗ്രൂപ്പിന്റെ പേര് ഓർത്തിരിക്കുക. കാരണം അതിന് പുറമെ സൈറ്റോനീമയ്ക്ക് പുറമെ വേറെ ആളുകൾ ഇത് കാണപ്പെടുന്നുണ്ട്. ടോളിപോത്രിക്സ് അതിൽ സിംഗിൾ ഫാൾസ് ബ്രാഞ്ചിങ് കാണിക്കുന്ന ആളാണ്. അതുപോലെ റിബുലേറിയ എന്ന ആൽഗയിലും ഒക്കെ ഫാൾസ് ബ്രാഞ്ചിങ് കാണപ്പെടുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ സിംഗിൾ പോളാർ നോഡ്യൂൾ ഇൻ ദ ഹെറ്ററോസിസ്റ്റം? ഹെറ്ററോസിസ്റ്റിന് പോളാർ നോഡ്യൂൾസ് ഉള്ളതായി നമുക്കറിയാം. രണ്ടറ്റത്തായിട്ട് പോളാർ നോഡ്യൂൾസ് ഉണ്ട്. അതിൽ സിംഗിൾ പോളാർ ഒറ്റ പോളാർ നോഡ്യൂൾസ് കാണപ്പെടുന്ന ഹെറ്ററോസിസ്റ്റുള്ള സയാനോ ബാക്ടീരിയ എന്ന് ചോദിച്ചാൽ അത് ഗ്ലോയോട്രൈക്കിയാണ് ആൻസർ. The alga in which basal heterocyst and akinete is present. ഏത് ആൽഗകളാണ് ഏറ്റവും ബേസിലായിട്ട് ഹെറ്ററോസിസ്റ്റും അക്കൈനറ്റ് ഫോർമേഷൻ കാണപ്പെടുന്നത്? ഗ്ലോയോട്രൈക്കിയം അല്ലെങ്കിൽ സിലിൻഡ്രോസ്പെർം. രണ്ട് ആളുകളിലും ഇത് കാണാറുണ്ട്. നമുക്ക് സിലബസിനാൽ ഉൾപ്പെട്ട് തന്നിരിക്കുന്നതിൽ ഗ്ലോയോട്രൈക്കിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. സയാനോഫൈസിൻ സി ഡോമിനന്റ് പിഗ്മെന്റ് പ്രസന്റ് ഇൻ. സയാനോഫൈസിൻ സി എന്ന പിഗ്മെന്റ് കൂടുതലും കാണപ്പെടുന്നത് ഏത് ആളുകളിലാണ്? അത് സയാനോ ബാക്ടീരിയലാണ്. അപ്പൊ അതിനകത്ത് ഓപ്ഷനിൽ സയാനോ ബാക്ടീരിയ ഉള്ളത് ഓസിലിറ്റോറിയ. ഡാഷ് ഈസ് കോമൺ നെയിം ഓഫ് ക്യാര. ക്യാരയുടെ കോമൺ നെയിം നമുക്കറിയാം സ്റ്റോൺ ബഡ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് സീനോബിയം? സീനോബിയം ഗ്രൂപ്പ് ഓഫ് സെൽസുകൾ ചേർന്ന ഒരു കോളനി ആയിട്ട് കാണപ്പെടുന്ന ആളുകൾ. വോൾബോക്സ് പോലുള്ള ആളുകൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ വോൾബോക്സ് ആണ് ഇവിടെ ആൻസർ. ഓർക്കേണ്ടത് വോൾബോക്സ് മാത്രമല്ല സീനോബിയം കാണിക്കുന്നത് പാൻഡോറിന, യൂഡോറിന. ഇത് രണ്ടിന്റെ പ്രത്യേകത മോട്ടൈൽ ഫോംസ് ആയിട്ടുള്ള സീനോബിയമാണ്. മോട്ടൈൽ സീനോബിയമാണ് കാണപ്പെടുന്നത്. എന്നാൽ ഹൈഡ്രോഡിക്യോൺ, പേഡിയാസ്ട്രം, സെൻഡസ്മസിന്റെ പ്രത്യേകത സീനോബിയം പ്രസന്റ് അത് നോൺ മോട്ടൈൽ ആയിട്ടുള്ള സീനോബിയായിരിക്കും കാണപ്പെടുന്നത്. ന്യൂറോമോട്ടർ അപ്പാരറ്റസ് പ്രസന്റ് ക്ലാമിഡോമോണസിലാണ് ന്യൂറോമോട്ടർ അപ്പാരറ്റസ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. The number of blepharoplast or basal granules in Chlamydomonas species is. Chlamydomonas എത്ര blepharoplast basal granules ഉണ്ട്? 2 ആണ് ആൻസർ. Which of the following has non-motile xenobium? Non-motile xenobium കാണപ്പെടുന്ന ഏത് ഗ്രൂപ്പാണ്? നേരത്തെ പറഞ്ഞ നോക്കുക, അതിനകത്ത് പേഡിയാസ്റ്റം പറഞ്ഞ ഓർമ്മയുണ്ട്. പേഡിയാസ്റ്റമാണ് ഈ ഗ്രൂപ്പിൽ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. കാരണം ബാക്കിയെല്ലാം മോട്ടൈൽ ഫോംസ് ആണ്. In Pediastem, the marginal cells of colony bear a horn-like projection skull. ഈ നോൺ മോട്ടൈൽ ആയിട്ടുള്ള സീനോബിയം കോളനിയിലെ ഏറ്റവും മാർജിനൽ സെൽസിൽ ഒരു ഹോൺ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാറുണ്ട്. അതിന് എന്ത് പേര്? പോയിന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ദ ആൽഗ വിച്ച് ഫോംസ് വാട്ടർ നെറ്റ്. വാട്ടർ നെറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ ഏതെന്ന് വെച്ചാൽ അത് ഹൈഡ്രോഡിക്റ്റിയോൺ ആണ്.
ദ സോൾ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ക്ലോറല്ല. ക്ലോറല്ലയുടെ പ്രധാനപ്പെട്ട ഒരു റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് ഓട്ടോസ്പോറുകൾ. In Neothrax, the shape of chloroplast is girdle shape. In Gonium, Pandorina, Volvox, during vegetative method, cell divides and daughter protoplast form a bowl or curved stage called. നമ്മളന്ന് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഗോണിയത്തിലും പാൻഡോറിനും വോൾവയിലൊക്കെ ഡോട്ടർ കോളനീസ് ഉണ്ടാകുമ്പോൾ ഒരു ബൗൾ ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. അതിന്റെ പ്ലക്കിയ എന്നാണ് പേരിലാണ് അറിയപ്പെടുന്നത്. In Volvox, daughter colonies form a hollow sphere-like structure with a small aperture. ഇങ്ങനെ ഉണ്ടാകുന്ന ഡോട്ടർ സ്പിയർ-ലൈക്ക് സ്ട്രക്ചറിന് ചെറിയൊരു ക്യാവിറ്റി ഫോം ചെയ്ത് പറഞ്ഞു. അതിനെ പയലപോർ എന്നാണ് അറിയപ്പെടുന്നത്. In Oidogonium, Oogonium develops supporting sister cell called. ഓയിഡഗോണിയത്തില് ഊഗോണിയം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സപ്പോർട്ടിംഗ് സെല്ലിലായിരിക്കും. ഒരു സിസ്റ്റർ സെൽ, സപ്പോർട്ടിംഗ് സിസ്റ്റർ സെല്ലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സെല്ലിന് എന്ത് പേര് പറയും? സഫൾട്ടറി സെൽ എന്നാണ് അറിയപ്പെടുന്നത്. In Oidogonium, Antheridia developed on a special dark male filament called. ഓയിഡഗോണിയത്തില് മെയിൽ സെക്സോറുമായ ആന്ത്രിയ ഡെവലപ്പ് ചെയ്യുന്നത് ഡാർക്ക് ആയിട്ടുള്ള ഒരു മെയിൽ ഫിലമെന്റ് ആയിരിക്കും. അതിന് നനാൻഡ്രിയ എന്നാണ് അറിയപ്പെടുന്നത്. In Oidogonium, Androsporangia develops on a separate filament. This condition is called. ഓയിഡഗോണിയത്തില് ആൻഡ്രോസ്പൊറാഞ്ചിയ ഉണ്ടാകുന്നത് സെപ്പറേറ്റ് ഫിലമെന്റുകളായി. ഇതിനെ ഇഡിയോ ആൻഡ്രോസ്പോറസ് കണ്ടീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. In Desmids or Desmids like Cosmerium, in Desmids like Cosmerium, the unicell consists of two symmetrical halves called semicells and joined by a zone called. ഡെസ്മിഡ്സില് കോസ്മേരിയം പോലുള്ള പ്രത്യേകത അതിനകത്ത് ഒരു സെല്ലിൽ നിന്ന് രണ്ട് ഡോട്ടർ സെല്ലുകൾ ചേർന്ന രീതിയിലുള്ള സെമി സെല്ലുകൾ ചേർന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ഈ സെല്ലുകളെ ചേർക്കുന്ന ഒരു ഭാഗം അതിനെ വിളിക്കുന്ന പേരാണ് ഇസ്ത്മസ്. ഇൻ ക്യാര ന്യൂക്യൂൾ റെപ്രസെന്റ്. ക്യാരയില് ന്യൂക്യൂൾ എന്ന പേരിൽ അറിയപ്പെടുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന് ഊഗോണിയമായിരിക്കും. In the oogonium of Cara, sheath cell with the erect capping cells called corona. Identify the cyanobacteria which them single and terminal heterocyst. നേരത്തെ പറഞ്ഞ ഒറ്റ ഹെറ്ററോസിസ്റ്റം അത് ടെർമിനൽ പൊസിഷനിൽ കാണപ്പെടുന്ന സയാനോബാക്ടീരിയ Gloiotrichia. ലൈസൈക്കിൾ ഓഫ് യൂളോത്രിക്സ്. ഹാപ്ലോയിഡ് ലൈസൈക്കിൾ കാണപ്പെടുന്ന ഓർഗാനിസമാണ് യൂളോത്രിക്സ്. ക്യാപ് സെൽസ് ആർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ ജീനസ്. ഏത് ജീനസുകളിലാണ് ക്യാപ് ഫിലമെന്റുകൾക്കിടയിൽ ക്യാപ് സെൽസുകൾ കാണപ്പെടുന്നത്? അത് ഓയിഡഗോണിയത്തിലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോമൺലി നോൺ ആസ് സീ ലെറ്റ്യൂസ്? നമുക്കറിയാം അൾവ. യൂളോത്രിസ് പ്രൊഡ്യൂസ്. യൂളോത്രിസ് ഏതുതരം സ്പോറുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കോഡ്രി ഫ്ലജല്ലേറ്റഡ് മൈക്രോസ്പോർസ് ആണോ, ബൈഫ്ലജല്ലേറ്റഡ് മൈക്രോസൂസ്പോർസ് ആണോ, അതോ കോഡ്രി ഫ്ലജല്ലേറ്റ് മാക്രോസൂസ്പോർസ് ആണോ? യൂളോത്രിസിന്റെ പ്രത്യേകത ഈ മൂന്ന് ടൈപ്പും കാണിക്കാറുണ്ട്. അപ്പൊ ആൻസർ ഓൾ ഓഫ് ദ വേ. In Eulothrix, the zygote is pear-shaped and സൈഗോട്ട് യൂളോത്രിക്സിൽ പിയർ ഷേപ്പിലും പിന്നെ അതുപോലെ ഏത് കണ്ടീഷനിലായിരിക്കും? എപ്പോഴും കോഡ്രി ഫ്ലജലേറ്റ് കണ്ടീഷനിലായിരിക്കും. രണ്ട് ഫ്ലജലുള്ള ഗ്യാമിറ്റുകൾ ഫ്യൂസ് ചെയ്തുണ്ടാകുമ്പോൾ ആ സൈഗോട്ടിന് ഒരു 4 ഫ്ലജലുള്ള കണ്ടീഷനിലായിരിക്കും കാണപ്പെടുന്നത്. Which of the following is produced in maximum number in Eulothrix? യൂളോത്രിക്സിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? ഗ്യാമിറ്റ് ആണോ, കോഡ്രി ഫ്ലജലേറ്റ് മൈക്രോസ്പോർസ് ആണോ, ബൈഫ്ലജലേറ്റ് മൈക്രോസൂസ്പോർസ് ആണോ, കോഡ്രിഫ്ലജലേറ്റ് മാക്രോസൂസ്പോർസ് ആണോ? ബൈഫ്ലജലേറ്റ് മൈക്രോസൂസ്പോർസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഓയിഡോഗോണിയം ഈസ് എ മെമ്പർ ഓഫ് ക്ലാസ്. ഓയിഡോഗോണിയം വരുന്ന ക്ലാസ് ഏതെന്ന് വെച്ചാൽ ക്ലോറോഫൈസിലാണ്. ബൾബോകീറ്റെ ബിലോങ്സ് ദ ഓർഡർ. ബൾബോകീറ്റെ വരുന്ന ഓർഡർ ആണ് ഓയിഡോഗോണിയൻസ്. സ്റ്റിഫാനോ കോണ്ടൈൻ ടൈപ്പ് ഓഫ് സൂസ്പോർസ് ആർ പ്രസന്റ് ഇൻ. ഓയിഡഗണത്തിലാണ് സ്റ്റിഫാനോ കോണ്ടൈൻ ടൈപ്പ് ഫ്ലജല്ല കണ്ടീഷൻ കാണപ്പെടുന്നത്. മറ്റൊരു ഗ്രൂപ്പിലും കാണപ്പെടുന്നുണ്ട്. ബൾബോകീറ്റിലും ഇതേ കണ്ടീഷനാണ് കാണപ്പെടുന്നത്. ദ നനാൻഡ്രിയം ഈസ് ഡെവലപ്ഡ് ഫ്രം. നനാൻഡ്രിയം ഉണ്ടാകുന്നത് എപ്പോഴും ആൻഡ്രോസ്പോറിൽ നിന്നാണ്. നനാൻഡ്രിയം കണ്ടീഷൻ ആൻഡ്രോസ്പോറാഞ്ചിലുള്ള ആൻഡ്രോസ്പോറുകൾ വന്നിട്ടാണ് ഒരു ഡാർക്ക് മെയിൻ ഫിലമെന്റ് ആയി നനാൻഡ്രിയം ഡെവലപ്പ് ചെയ്യുന്നത്. ദ സൂസ്പോർസ് ഓഫ് ഓയിഡോഗോണിയം ആർ മൾട്ടി ഫ്ലജലേറ്റ്. അതിപ്പോഴും മൾട്ടി ഫ്ലജലേറ്റ്. സൂസ്പോർ ഓയിഡോഗോണിയത്തിലെ സൂസ്പോറുകൾ ഒരുപാട് ഫ്ലജല കാണപ്പെടുന്ന കണ്ടീഷൻ. Besides oidogonium, which of the following has reticulate chloroplast? ഓയിഡഗോണിയത്തിലെ റെറ്റിക്കുലേറ്റ് ക്ലോറോപ്ലാസ്റ്റ് ആണെങ്കിൽ അതുപോലെ ക്ലാഡോഫോറിലും റെറ്റിക്കുലേറ്റ് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓർഡർ വിച്ച് എക്സിബിറ്റ് ഹെറ്ററോടൈക്കസ് ഫിലമെന്റ്സ്. ഹെറ്ററോടൈക്കസ് ഫിലമെന്റ്സ് കാണുന്ന എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ ഓർമ്മ കോളിയോകീറ്റ പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പൊ അതൊക്കെ വരുന്ന ഓർഡർ ആണ് കീറ്റോഫോറൈറ്റ്സ്. ആൽഗ വിച്ച് ഷോ സ്പെർമോകാർപ്പ്. ഏത് ആളുകളാണ് സ്പെർമോകാർപ്പ് കാണപ്പെടുന്നത്? അത് കോളിയോകീറ്റയിലാണ്. Spermocarp of Coleochaeta produce. ഈ സ്പെർമോകാർപ്പ്
കാർപ്പിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മിയോ സൂസ്പോൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The genus Frechilla discovered by Frechilla genus കണ്ടത് ഇന്ത്യയിൽ കണ്ടെത്തിയത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന Frechilla tuberosa എന്നത് കണ്ടത് MOP അയ്യങ്കാർ ആണ്. Pedicellate funnel shaped and sessile sporangia producing pedicellate funnel ഷേപ്പിലുള്ള sessile sporangia കാണപ്പെടുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രെൻഡിഫോളിയ എന്ന ആളുകളാണ്. Which of the following cell has spectose caps and stratified cell wall inside? സാധാരണ സെല്ലുകളിലെ സ്ട്രാറ്റിഫൈഡ് സെൽ വാളും പെക്ടോസ് ക്യാപ്പുകളും കാണപ്പെടുന്ന ഏത് ആളുകളിലാണ്? അതും ട്രെൻഡിഫോളിയയിലാണ്. എച്ച് സ്പീഷീസ് സെപ്റ്റ ഓർ കോളിഗേറ്റ് സെപ്റ്റ ഫൗണ്ടിൻ സാധാരണ ഏത് സ്പീഷീസിലാണ് എച്ച് സ്പീഷീസ് സെപ്റ്റ കാണപ്പെടുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്പൈറോഗൈറ. സ്റ്റെല്ലേറ്റ് ക്ലോറോപ്ലാസ്റ്റ് പ്രസന്റ് സ്റ്റാർ ഷേപ്പിലുള്ള ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നത് സൈനീമയിലാണ്. ആൽഗനിക് ആസിഡ് ഈസ് കോമൺലി ഒബ്റ്റൈൻഡ് ഫ്രം ആൽഗനിക് ആസിഡ് ഒരു ആൽഗിൽ സാധാരണ ബ്രൗൺ ആൽഗിൽ നിന്നാണ് കാണപ്പെടുന്നത്. കെരാജിൻ ഈസ് എക്സ്ട്രാക്ട് കെരാജിൻ കാണപ്പെടുന്നത് കോൺട്രസ് ക്രിസ്പസ് എന്ന റെഡ് ആൽഗ എന്നാണ്. വിച്ച് ആൽഗ ഈസ് വൈഡ്ലി യൂസ്ഡ് ആസ് സിംഗിൾ സെൽ പ്രോട്ടീൻ SCP അല്ലെങ്കിൽ സിംഗിൾ സെൽ പ്രോട്ടീൻ ആയിട്ട് ഉപയോഗിക്കുന്ന ആൽഗ ഏത്? അത് ക്ലോറല്ലയാണ്. അതുപോലെ സ്പൈറലിന് ആൻസർ ഉണ്ട് കേട്ടോ. വിച്ച് ആൽഗ ഈസ് യൂസ്ഡ് ആസ് ഫുഡ് ഇൻ ജപ്പാൻ നോൺ ആസ് നോറി ജപ്പാനിലെ നോറി എന്നറിയപ്പെടുന്ന ഫുഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൽഗ പോർഫൈറയാണ്. ഡയറ്റമിഷൻ സെർത്ത് ഈസ് യൂസ്ഡ് ഇൻ ഡയറ്റമിഷൻ സെർത്തിന്റെ യൂസസ് എന്നുള്ളത് ഫിൽട്രേഷൻ ഓഫ് ഓയിൽ ആൻഡ് സിറപ്പ് അതുപോലെ പോളിഷസ് വാർണിഷ് യൂസ് ചെയ്യാൻ അതിനും നിർമ്മിക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. Which alga is used as the source of iodine? Iodine source ആയിട്ട് ഉപയോഗിക്കുന്ന ആൽഗ ലാമിനേറിയാണ്. The protein rich alga used as food supplement. Food supplement ഉപയോഗിക്കുന്ന protein rich alga ക്ലോറല്ല പറഞ്ഞതുപോലെ സ്പൈറലിനെയും അതിന്റെ ആൻസർ ആണ്. Which of the following alga is used in sewage treatment? Sewage treatment ഉപയോഗിക്കുന്ന ആൽഗ ക്ലോറല്ലയാണ് ആൻസർ. ഇവിടുത്തെ ഓപ്ഷനിൽ ക്ലോറല്ല അതുപോലെ ക്ലാമിഡോമോണസ് ഉപയോഗിക്കുന്നുണ്ട്. Which algal product is used as stabilizer in ice cream and cosmetics? ഐസ്ക്രീമുകളിലും കോസ്മെറ്റിക്കിലും ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസർ മോഡിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആൽഗൽ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അഗറുണ്ട്, ആൽഗിനുണ്ട്, കരാജിനുണ്ട്. അപ്പം ആൾ ഓഫ് ദാണ് ആൻസർ. കൊം ആൻ എഡിബിൾ സീവീഡ് യൂസ്ഡ് ഇൻ ജപ്പാൻ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം നേരത്തെ ജപ്പാനിൽ നോറി എന്ന ഫുഡിന്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ട് പോർഫയർ. അതേപോലെ കൊമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഫുഡ് ഉണ്ട്. അത് ഉണ്ടാക്കുന്നത് ഏത് ആളുകൾ ഉപയോഗിച്ചിട്ടാണ്? ലാമിനേറി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. Carrageenan or carrageenan used as blood coagulant is obtained from blood coagulant ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന കരാജിനാൻ ഏത് ആളുകളിൽ നിന്നാണ് കിട്ടുന്നത്? കോൺട്രസ് ക്രിസ്പസ്. Members of bacillary phyta are commonly called as diatom. The upper larger halves of diatom fistule. ഡയാറ്റംസിന്റെ ഫെസ്റ്റ്യൂൾ രണ്ട് ഹാഫ്സ് എന്ന് പറഞ്ഞാൽ അപ്പർ കുറച്ച് വലുതായിരിക്കും. ആ ഹാഫ്സിന് എന്ത് പേര് അറിയപ്പെടും? എപ്പിത്തീക്. അപ്പൊ ലോവറിന് എന്ത് പേര് അറിയപ്പെടും? ഹൈപ്പോത്തീക്. Diatoms store food mainly in the form of diatoms ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൂക്കോസിന് അല്ലെങ്കിൽ ക്രൈസോ ലാമിനാരിന്റെ ഫോമിലായിരിക്കും. Which of the following is a giant kelp? ജൈന്റ് ആയിട്ട് വളർന്ന കെൽപ്സിന് എക്സാമ്പിൾ ബ്രൗൺ ആളുകൾ എക്സാമ്പിൾ ആണ് മാക്രോസിസ്റ്റിസ്. The male gamete in rhodophyte are called male gameteകൾ റോഡോഫൈറ്റിലുള്ള മെയിൽ ഗാമെറ്റുകളുടെ പ്രത്യേകത മോട്ടൈൽ ഫോംസ് അല്ല നോൺ മോട്ടൈൽ ആണ്. അതുകൊണ്ട് ഇവയെ സ്പെർമാറ്റി എന്ന പേരാണ് അറിയപ്പെടുന്നത്. ഫീമെയിൽ സെക്സ് ഓർഗൻ in red algae female sex organ അറിയപ്പെടുന്ന പേര് കാർപ്പഗോണിയ. The hair like extension of carpogonium is ഈ കാർപ്പഗോണത്ത് കാണുന്ന ഒരു ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. അതിനെ ട്രൈക്കോഗൈനി എന്നാണ് അറിയപ്പെടുന്നത്. The reserve food material in Xanthophyte is mainly സാധാരണ സാന്തോഫൈറ്റിൽ കൂടുതലും കാണപ്പെടുന്ന മെയിനായിട്ട് കാണപ്പെടുന്ന റിസർവ് ഫുഡ് മെറ്റീരിയൽ ഓയിൽ ആൻഡ് ഗ്ലൂക്കോസിനാണ്. ഗോംഗ്രോസീറ സ്റ്റേജ് ഈ സീൻ ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് ഏത് ആളുകളുടെ ലൈഫ് സൈക്കിളാണ് ഗോംഗ്രോസീറ സ്റ്റേജ് കാണപ്പെടുന്നത്? വൗച്ചേറിയാണ് ആൻസർ. കാൻട്രാൻസിയ സ്റ്റേജ് ഒക്കേസ് ഇൻ ദ ലൈഫ് സൈക്കിൾ അതുപോലെ ഏത് ആളുകളുടെ ലൈഫ് സൈക്കിളാണ് കാൻട്രാൻസിയ സ്റ്റേജ് കാണപ്പെടുന്നത്? അത് ബെട്രാക്കോസ്പെർമം. ലൈഫ് സൈക്കിൾ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? ആ ഒരു ക്ലാസ്സിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാൻട്രാൻസിയ സ്റ്റേജ് റെപ്രസെന്റ് എന്താണ് ഈ കാൻട്രാൻസിയ? അതൊരു സ്പോറോഫൈറ്റ് സ്റ്റേജ് ആണ്. ഈ ഒരു സ്റ്റേജിൽ നിന്നാണ് പിന്നെ അഡൽട്ട് സ്പോറോഫൈറ്റ് അടുത്ത് ഉണ്ടാകുന്നത്. കാൻട്രാൻസിയ സ്റ്റേജ് പ്രൊഡ്യൂസ് അതിൽ നിന്ന് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മോണോസ്പോറുകളായിരിക്കും കാൻട്രാൻസിൽ നിന്നുണ്ടാകുന്നത്. അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് അഡൽട്ട് പ്ലാന്റ് ആയിട്ട് മാറും. The Cantor stage developed from ഇത് ഉണ്ടാകുന്നത് കാർപ്പോസ്പോറുകളിൽ നിന്നായിരിക്കും. പാമലജസ് റെപ്രസെന്റ് ഈ പാമല സ്റ്റേജ് എന്ന് പറഞ്ഞത് എന്തിനെ സൂചിപ്പിക്കുന്നു? ടെമ്പററി റെസ്റ്റിംഗ് സ്പോറുകളാണ് പാമല സ്റ്റേജ്. ഡ്യൂറിംഗ് പാമല സ്റ്റേജ് പാമല സ്റ്റേജിൽ സെല്ലുകൾ എന്ത് സംഭവിക്കുന്നു? ലോസ് ഫ്ലജല്ല ആൻഡ് റിമെയിൻ എംബഡഡ് ഇൻ മ്യൂസിലേറ്റ്. ഫ്ലജല്ല റിമൂവ് ചെയ്ത് ഒരു മ്യൂസിലേനകത്ത് സെല്ലുകൾ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന സ്റ്റേജാണ് പാമല. The life cycle of പോളിസിഫോണിയ
പോളിസിഫോണിയ എന്ന റെഡ് ആളുകളുടെ ലൈഫ് സൈക്കിളിന്റെ പ്രത്യേകത ട്രൈഫേസിക് കണ്ടീഷനാണ് കാണപ്പെടുന്നത്. ടെട്രാസ്പോർസ് ഇൻ പോളിസിഫോണിയ ആർ ഫോംഡ് ബൈ, സാധാരണ പോളിസിഫോയിൽ ട്രൈഫേസിക് ലൈഫ് സൈക്കിൾ ആണ്. അതിൽ ടെട്രാസ്പോറുകൾ ഉണ്ടാകുന്നത് ഏത് ഡിവിഷൻ വഴിയാണ്? മിയോസ് വഴിയാണ് ഉണ്ടാകുന്നത്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ പോളിസിഫോണിയ ദ സൈഗോട്ട് ഡെവലപ്സ് ഇൻടു, സാധാരണ പോളിസിഫോണിയ എന്ന റെഡ് ആൽഗയിൽ മെയിൽ ഗാമറ്റ് ഫീമെയിൽ ഗാമറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഗോട്ട് ഉണ്ടാകുന്നത്, അത് ഡെവലപ്പ് ചെയ്ത് പിന്നീട് കാർപ്പോസ്പോറോഫൈറ്റ് ആണ് ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് കാർപ്പോസ്പോറുകൾ ഉണ്ടാകുന്നത്. ലൈഫ് സൈക്കിൾ ഓഫ് യൂക്കസ്, അത് ഡിപ്ലോയിഡ് ലൈഫ് സൈക്കിൾ ആണ് കാണപ്പെടുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട സ്ട്രൈക്ക് ചെയ്ത കുറച്ച് പോയിന്റുകളും അതുപോലെ പ്രീവിയസ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100 ചോദ്യം മാത്രമല്ല, ഇനിയും നമ്മൾ 100 അല്ലെങ്കിൽ 200 ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാനുള്ള ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ അതും കൂടെ ഒന്ന് വർക്ക് ചെയ്യുക. ഇന്നത്തെ റിവിഷൻ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മൈക്കോളജി ടോപ്പിക്കുമായിട്ട് കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.